ഇതിലെ സൂചികൾ 24 മണിക്കൂർ ഓടും. ഞാൻ നീ തന്നെ വൃത്തിയാക്കിയിട്ടില്ലേ? നിനക്കെന്തിനാ പൈസ? 24 മണിക്കൂറും വീട്ടിൽ വെറുതെ ഇരിക്കുന്നല്ലേ? പതിയെ പതിയെ ഞാൻ എന്നെ മറന്നു തുടങ്ങി. ജീവിക്കുന്നത് മുഴുവനും ചുറ്റുമുള്ളവർക്ക് വേണ്ടി മാത്രമായി. അന്നൊരു ദിവസം അത് സംഭവിക്കുന്നത് വരെ. എന്ത് കോലമാടി നിന്റെ? എനിക്ക് കണ്ടിട്ട് നിന്നെ മനസ്സിലായിട്ട് പോലുമില്ല. അത് വിട്. എന്തുണ്ട് നിന്റെ വിശേഷം? അത് പറ. എനിക്ക് സുഖം തന്നെ. നീ എന്താ ചിപ്പിൻ്റെ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞേ? നിന്നെ കൂടെ കാണാലോ എന്ന് ആലോചിച്ചാ ലീവില്ലാഞ്ഞിട്ട് പോലും ഇത്രയും ദൂരെ ഞാൻ പറഞ്ഞു വന്നേ. അത് എടി, ഏട്ടാ എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. 1000 രൂപയോ? നിനക്കെന്തിനാ പൈസ? അതെന്താ, എനിക്ക് ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ലേ? അരിയും പച്ചക്കറിയല്ലേ, അത് വൈകുന്നേരം കൊണ്ടുവരാം. ഹലോ എടി, ചിപ്പിയുടെ കല്യാണം വിളിച്ചില്ലേ? പോകുന്നവരെല്ലാം കൂടെ 500 രൂപ പിരിക്കാന്നാ പറയുന്നത്. ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ? ആ, ഒരു കാര്യം ചെയ്യ, എന്റെ നമ്പറിലേക്ക് പൈസ ഇട്ടാ മതി. ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ. എടി, വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? നിങ്ങൾ പൊക്കോ. എടി, അങ്ങനെ പറയല്ലേ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, നീ വാ. പൈസ ഇഷ്യൂ ആണ്. ഹലോ ഹലോ ഹലോ, നിനക്കിത് എന്താടി പറ്റിയേ? നിന്റെ കളിയും ചിരിയൊക്കെ മിസ് ചെയ്യുന്നടി. വീട്ടുപണി എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടി മാത്രമൊന്നുമല്ല. നിനക്ക് നിൻ്റെ ടാലൻറ്റിനെ പറ്റി വല്ല ധാരണയുണ്ടോ? ടാലൻറ്റോ? അതൊക്കെ പണ്ടല്ലേടി. എടി, അതൊക്കെ നിൻ്റെ ഇൻബോൺ ടാലൻ്റാണ്. അതൊക്കെ എത്ര തേച്ചാലും അയച്ചാലും കരി പുരണ്ടാലും ഒന്നും പോവില്ല. നീ പറയണം, മനസ്സിലാക്ക്. ഈ വീടും ഈ വീട്ടിലെ ജോലികളും അല്ലാതെ പുറം ലോകമായിട്ടൊരു ബന്ധം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മോളെ, ജോലി ചെയ്യാൻ വീട് വിട്ട് പുറത്തു പോകണമെന്നൊന്നുമില്ല. നിനക്ക് നന്നായിട്ട് വരക്കാൻ അറിയില്ലേ? ആ ഒരൊറ്റ കഴിവ് വെച്ച് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുക. കാണണോ? ലക്ഷങ്ങളോ? 100 രൂപ സ്വന്തമായി കയ്യിൽ ഞാൻ പിടിച്ചിട്ട് എത്ര കാലമായി എന്നറിയോ നിനക്ക്? എടി, ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ഐറ്റംസിനൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു ടൈമാണ്. ആൾക്കാരുടെ ഫോട്ടോസ് വരച്ചു കൊടുക്കാം, മെഹന്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ക്യാരക്ടർ സ്കെച്ചിങ്ങിലൊക്കെ നീ പണ്ടേ അടിപൊളിയല്ലേ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടി, ഇതിനൊക്കെ ആളെ കിട്ടണ്ടേ? നീ ഒരു ഓക്കെ പറഞ്ഞാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. ആളെയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഓക്കെ. ഹലോ ഹലോ മാഡം, ഒരു 100 മണീസ് എടുക്കാനുണ്ടാവോ? 100 മണീസ് ഇല്ലല്ലോ, ലക്ഷങ്ങളുണ്ട് എടുക്കാൻ. വേണോ? സാഹചര്യങ്ങൾ അങ്ങനെയാണ്, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്. ജീവിതം അതൊന്നേ ഉള്ളൂ.